സൗണ്ടാണ് ചിലപ്പോൾ ഓടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. എന്നാൽ നമ്മൾ ചെറിയൊരു ഡ്രൈവ് നോക്കിയാലോ. ലിഫ്റ്റിംഗ് പമ്പിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജീപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് പമ്പ് ചെയ്ത് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ 20 കിലോമീറ്റർ മാറി നന്മണ്ടയിലെ പുക്കുന്നുമലയിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹീന്ദ്രയുടെ 94 മോഡൽ DI ജീപ്പാണ്. നമുക്ക് ജീപ്പിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ വാഹനം. 94 മോഡൽ മഹീന്ദ്ര CJ 500 DI മോഡലാണിത്. ഇത് 2523 cc എഞ്ചിനാണ് വരുന്നത്. 3 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 3+1 ഗിയർ ബോക്സ് വരും. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സൗണ്ടിനെ പറ്റിയാണ് എല്ലാവരും ചോദിക്കുന്നത്. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി. നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ അത് ചവിട്ടി കയറാൻ വേണ്ടി ഒരു കമ്പനി ഒരു ഫുഡ് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും കാണുന്നില്ല. നമ്മളുള്ള സൗകര്യം വെച്ച് ഇതിലൊന്ന് കയറി നോക്കാം. ജീപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഈ സൗണ്ട് നമുക്ക് ഇവിടെ ചെറിയ ഡിസ്റ്റർബൻസ് ആവുന്നതുകൊണ്ട് നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് കുറച്ച് പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിന് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഗിയറിലിട്ട് വെച്ചിട്ട് നമുക്ക് വണ്ടി നിർത്തി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. കുറച്ച് തിന്നായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇത് പണ്ട് മുതലേ ജീപ്പിന് വന്ന ഒരു മോഡൽ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. പിന്നെ ഈ വൈപ്പർ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് 2 സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് തന്നെ ഒരു ഗ്ലാസ് ഫ്രെയിമിന് വരുന്ന ഒരു ലോക്കാണ് വരുന്നത്. ഇവിടെ ഒരു താലി വരുന്നുണ്ട്. ഈ താലിയിലാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ, മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ലൈറ്റ് എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിട്ട് വരുന്ന ഇതാണ്. ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ, പാർക്ക്, ബാറ്ററിയുടെ അത് കാര്യങ്ങൾ, ഹെഡ്ലൈറ്റ് മറ്റും എല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്ന മീറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അനലോഗാണ് വരുന്നത്. എല്ലാം ടെമ്പറേച്ചർ, ഓയിൽ പ്രഷർ, സ്പീഡോമീറ്റർ, ബാറ്ററിയുടെ കാര്യങ്ങൾ, ഫ്യൂൽ, ഇതാണ് ഇത്രയേ വരുന്നുള്ളൂ. മറ്റേ നമ്മൾ ന്യൂ ജനറേഷൻ വണ്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കുറവായി തന്നെ നമുക്ക് തോന്നാം. പിന്നെ ഈ കാണുന്ന സംഭവമാണ്. ഇതാണ് നമ്മളിതിൻ്റെ ഹൈലൈറ്റ് ആയ ഭാഗം. ഇതാണ് നമ്മൾ ഓഫ് ലിവറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓഫാക്കാൻ പറ്റുന്നത്. പിന്നെ ചെറിയൊരു ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം വാഹനത്തിൻ്റെ പേപ്പറുകളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജീപ്പിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഈ ജീപ്പിൻ്റെ സ്റ്റിയറിംഗ് ആണ്. കാരണം ഇതിന് നമുക്കൊരു പ്ലേ കാണാം. നമ്മളിപ്പം ന്യൂ ജനറേഷൻ വണ്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പവർ സ്റ്റിയറിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് വാഹനം ഉപയോഗിച്ച ഒരാൾക്ക് ജീപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഈ ജീപ്പിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു ഹരം. അതാണ് ജീപ്പ് ഈ ഓഫ് റോഡ് ഹൈ റേഞ്ച് വാഹനങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഈ സ്റ്റിയറിംഗിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റിയറിംഗ് മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ഇത് കുറച്ച് പ്ലേ ഉള്ള ടൈപ്പ് സ്റ്റിയറിംഗ് ആയിരിക്കും. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ജീപ്പിലൊക്കെ ഒരു ഡ്രൈവിംഗ് പഠിച്ചാൽ നമുക്ക് ഏത് വാഹനം ഓടിക്കാം. അതൊരു പക്ഷേ ഒരു പരിധിവരെ സത്യമായിരുന്നു. ഇന്നുള്ള പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനം ഓടിച്ച പകുതിയിലധികം ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഓടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷേ പഴയ ആൾക്കാർക്ക് ഇത് നിഷ്പ്രയാസം ഇതിലെ വേണേൽ കൊണ്ടാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ത്രില്ലും. സ്റ്റിയറിംഗിന് കുറച്ച് പ്ലേ ഉള്ളത് കൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ മെക്കാനിക്കലി നമുക്ക് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ടൈറ്റായി വരും. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കുറച്ച് പ്ലേ ഉണ്ടെങ്കിൽ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് പരിചയമുള്ള ആൾക്ക് സുഖമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് സ്റ്റിയറിംഗിൻ്റെ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗിനുള്ള ഈ ഒരു ഫ്രീ റൊട്ടേഷനാണ് നമ്മൾ പ്ലേ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആയതുകൊണ്ടാണ് നമുക്കിത് ഇപ്പം കാണിച്ചത്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടികളിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. ഈ മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഒരു ഓഫ് റോഡ് റൈഡൊക്കെ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒരു കല്ലിലൊക്കെ കയറുന്ന ഡയറക്റ്റായിട്ട് കയറുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് സ്റ്റിയറിംഗിൽ അറിയാൻ പറ്റും. ഇത് സ്റ്റിയറിംഗ് റീബൗണ്ട് ആയിട്ട് വരും. അത് നമ്മളെ കൈക്ക് സ്പ്രെയിന് വരെ സംഭവിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളിപ്പം ഈ ഓഫ് റോഡ് വണ്ടികൾ സാധാരണ ഒരു കാർ ഉപയോഗിക്കുന്ന ആൾക്ക് അനായാസം എടുത്ത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ കാര്യം കുറച്ച് പരിചയമുള്ള ആൾക്കാർ തന്നെ വേണം. എന്നാലും ഇത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബ്രേക്ക് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ഹാർഡാണ്. ജീപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഹാർഡാണല്ലോ. അത് നമുക്ക് ഈ ചവിട്ടുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിൻ്റെ ബ്രേക്ക് നമുക്കിപ്പോൾ ഒരു പരിധിയിലധികം സ്പീഡ് പോകാൻ നമുക്ക് ബ്രേക്ക് ഒന്ന് പമ്പ് ചെയ്ത് ചവിട്ടി കഴിഞ്ഞാലേ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വണ്ടി നിൽക്കുള്ളൂ. പിന്നെ ക്ലച്ചും അങ്ങനെ തന്നെയാണ്. കുറച്ച് ശക്തി കായികമായി കുറച്ച് നമുക്ക് ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീപ്പ് സുഗമമായി നമുക്ക് ഒരാൾക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആക്സിലേറ്റർ ഇതാണ് വരുന്നത്. ഇതിൻ്റെ ആക്സിലേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ വണ്ടി ഇറങ്ങിയ മോഡലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലേറ്റർ ലിവറിലാണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് കേബിൾ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെറിയൊരു ഡ്രൈവ് നോക്കിയാലോ.
ഈ ജീപ്പിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ബ്ലൂ ആണ്. 94-ൽ മഹീന്ദ്ര കമ്പനി ഇറക്കിയ ബ്ലൂ കളർ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന് ഇപ്പോഴത്തെ മറ്റ് താറിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ് ടോപ്പാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്ന കാര്യം ടയറിൽ ചെറിയൊരു മാറ്റം ഇവർ ചെയ്തിട്ടുണ്ട്. കാരണം ജീപ്പിൻ്റെ വീൽ ഡിസ്ക് മാറ്റി നമ്മളെ ജിപ്സിയുടെ വീൽ ഡിസ്കും അതിന് സ്യൂട്ടാവുന്ന രീതി 235, 75, 15 എന്നുള്ള രീതിയിലുള്ള ഒരു ഓഫ് റോഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും വണ്ടീൻ്റെ എക്സോസ്റ്റ് സൈലൻസർ ഇവിടെയാണ് വരുന്നത്. ഡീസൽ ടാങ്കിൻ്റെ മൗത്താണ് ഈ കാണുന്നത്. നമ്മളെ വണ്ടിയുടെ അടിയിലായിട്ടാണ് ഡീസൽ ടാങ്ക് വരുന്നത്. പിന്നെ നമ്മൾ ബാക്കിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഈ ലൈറ്റായിട്ട് വരുന്നത്. ശരിക്കും ഈ വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ലൈറ്റ് ഇതല്ല, ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിപ്പം പുതിയ മോഡലിന് വരുന്ന ടൈപ്പ് ലൈറ്റാണ്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റിനും വരുന്നുണ്ട് ഒരു ചെറിയ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഇതിൽ സ്റ്റെപ്പിന് ഹാങ് ചെയ്ത ഡോറ് തന്നെയാണ്. അപ്പോൾ ഈ ഡോർ ഹാൻഡിലാണിത്. ഇവിടെ കമ്പനി അന്ന് വണ്ടി ഇറക്കിയ സമയത്തുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് 500 CJ 500 DI ഡീസൽ എന്നുള്ളത് കമ്പനി അന്ന് ഇറക്കിയ സമയത്തുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ സ്റ്റിക്കർ ചെയ്തിട്ടാണ്, അത് ഒറിജിനൽ അല്ല, നമ്മൾ സ്റ്റിക്കർ ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ ജീപ്പിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് 6 സീറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഡീസൽ ടാങ്കിൻ്റെ എൻട്രൻസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡീസൽ ടാങ്ക് ഇവിടെ അടിയിൽ വരുന്നത് 60 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമ്മളെ വണ്ടി 94 ഇറങ്ങിയ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ടായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത്. ഇത് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്ത് ബാക്കൗട്ട് ആക്കിയതാണ്. നമ്മളിനി ഈ ശക്തിയാണ് ജീപ്പിൻ്റെ ഡോറ് നമ്മൾ മറ്റ് കാറൊക്കെ അടയ്ക്കും പോലെ മെല്ലെ അടിച്ചാലൊന്നും തടയില്ല, കുറച്ച് നമ്മൾ ശക്തി കൊടുക്കേണ്ടതായി തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു റിവേഴ്സ് ലൈറ്റും കൂടി വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു ക്യാപ്പൊക്കെ നമുക്കിത് ആവശ്യമുള്ളപ്പോൾ എന്താ വെച്ചാൽ അഡീഷണൽ സ്വിച്ച് വെച്ച് ചെയ്താണ്. നമുക്കിത് എന്തെങ്കിലും ലൈറ്റിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമുക്കിത് ഓണാക്കാറുണ്ട്. നോർമൽ ആവശ്യത്തിന് 2 ലൈറ്റ് നോർമൽ ലൈറ്റ് തന്നെ ഇവിടെ വരുന്നുണ്ട്. അതിന് പുറത്തായിട്ടാണ് നമ്മളിത് ചെയ്ത് വെച്ചത്. ഈ ജീപ്പിൻ്റെ ലോഡ് കപ്പാസിറ്റിൻ്റെ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മൾ ഈ ലീഫ് സെറ്റാണ് വരുന്നത്. നമുക്കിപ്പോൾ ഈ ജീപ്പിനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 10 ലീഫും ബാക്കിൽ 13 ലീഫുമാണ് ഉള്ളത്. ആ ജീപ്പിൽ നമ്മളിപ്പോൾ ലോഡായിട്ട് പോകുമ്പോൾ ജീപ്പ് പെട്ടെന്ന് ഒരു ഗട്ടറിലൊക്കെ ചാടി പോവുകയാണെങ്കിൽ ആ ലോഡിൻ്റെ ഇതുകൊണ്ട് ലീഫ് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഷോക്കാണ്. ജീപ്പിന് ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ ഷോക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മളൊരു അഡീഷണൽ ഷോക്ക് അബ്സർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ പഴയ മോഡൽ വണ്ടിക്ക് വരുന്ന വോബ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ചെയ്യുന്നതാണ്. 94 മോഡൽ വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു ഷോക്ക് അബ്സർ വരുന്നില്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്താണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് 2 റൂട്ട്സിൻ്റെ ഹോൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മഹീന്ദ്ര ഇറക്കിയിട്ടുള്ള ഹെഡ്ലൈറ്റ്, പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ബോണ്ടിൻ്റെ മുകളിൽ കാണുന്ന ഈ റബ്ബർ ബുഷ് പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താണ്, ഇത് എന്തിനാണ്, ഇത് ബോണ്ടിൻ്റെ ഭംഗി കുറയ്ക്കില്ല എന്നൊക്കെ. ഇതിന് 2 ഉപകാരമാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ബോണ്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ സെക്കൻഡ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജീപ്പ് തന്നെ ഓപ്പൺ ടൈപ്പ് ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് ഫ്രെയിം നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ ബോണ്ടിൽ വന്ന് മുട്ടാണ്ട് ഗ്ലാസ് ഫ്രെയിം ഇതിൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ വണ്ടി നിങ്ങൾക്ക് അറിയാം, ജീപ്പ് എന്ന് പറയുമ്പോൾ നല്ല വൈബ്രേഷനുള്ള വാഹനമായതുകൊണ്ട് ഈ റബ്ബർ ബുഷ് ഇവിടെ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ മുകളിൽ ഗ്ലാസ് ഫ്രെയിം അറിഞ്ഞിട്ട് പെയിൻറ്റ് പോകാനും നമുക്കത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ഈ റബ്ബർ ബുഷ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എൻജിൻ റൂമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് ബോണ്ട് ക്ലിപ്പ് എന്നാണ് ഇതിന് പറയുക. ഇത് വെച്ചിട്ടാണ് നമ്മളെ ബോണ്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചുള്ളത്. ഇതിന് ചെറിയ ശക്തി, നല്ല ലെഷൻ ടൈറ്റാണ്. ഈ ആക്ഷൻ എന്താ വെച്ചാൽ ജീപ്പിന് എപ്പോഴും നല്ല വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ഷൻ വരുന്നത്. നമുക്ക് ഇതൊക്കെ നല്ല ഹാർഡാണ്. അപ്പുറ സൈഡിൽ ഞാൻ ആദ്യം തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് ബോണ്ട് ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് ഹെവി ആണെന്നുള്ളത്. അപ്പോൾ ജീപ്പിൻ്റെ ബാറ്ററിയാണ് ഇത്, ആമറോണിൻ്റെ ബാറ്ററിയാണ്, 80Hൻ്റെ ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ടാങ്ക് പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ആണ് വരുന്നത്. പിന്നെ ഇതാണ് എൻജിൻ വരുന്നത്. ഇതിലാണ് നമുക്ക് എൻജിൻ്റെ അകത്തേക്ക് ഓയിലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ആൾട്ടർനേറ്റർ വരുന്നത്. ഒരൊറ്റ ബെൽറ്റ് തന്നെയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ജീപ്പിൻ്റെ ഈ റേഡിയേറ്ററിൽ ചെറിയൊരു ആൾട്ടറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കൂളൻറ്റിനുള്ള ടാങ്ക് വെച്ചിട്ടുണ്ട്. നോർമൽ കേസിൽ ജീപ്പ് രാവിലെ എല്ലാവരും രാവിലെ ജീപ്പിൽ വെള്ളം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ലോങ് ഡ്രൈവ് ബാംഗ്ലൂരൊക്കെ വരെ പോകുന്ന ലോങ് ഡ്രൈവിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കൂളൻറ്റ് വെച്ചതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഈ കൂളൻറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ റേഡിയേറ്ററിനകത്ത് നോർമലി നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് തുരുമ്പിൻ്റെ അംശം വരാനുള്ള സാധ്യത ഉണ്ട്. ഈ കൂളൻ്റ് ആകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ടാണ് എയർ ഫിൽറ്റർ വരുന്നത്.
അതിന് തൊട്ട് താഴെയായി തന്നെ നമുക്കിവിടെ ഡീസൽ ഫിൽറ്ററും കയറുന്നുണ്ട്. അതിൻ്റെ ചോട്ടിൽ ഈ എയർ ഫിൽറ്ററിൻ്റെ ചോട്ടിലായിട്ട് ലിഫ്റ്റിംഗ് പമ്പിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഡീസൽ എടുക്കാണ്ടൊക്കെ എയർ എടുത്ത് കഴിഞ്ഞാൽ ലിഫ്റ്റിംഗ് പമ്പ് നമ്മൾ തുറന്ന് ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡീസൽ എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കി പോവുക. അതിൻ്റെ അടിയിലായിട്ടാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ. DI ജീപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ജീപ്പൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വെള്ളം മല കാട് ഒന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ജീപ്പ് നമ്മൾ വെള്ളത്തിൽ കൂടി പോകുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് മോട്ടർ അടിയിലായതുകൊണ്ട് അതിൽ വെള്ളം കയറാനും സ്റ്റാർട്ടിംഗ് മോട്ടർ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ വർക്ക്ഷോപ്പിൽ ചിലരത് പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് കവർ ചെയ്ത് വെക്കുമെങ്കിലും നമ്മൾ കൂടുതൽ വെള്ളം ഈ മഴക്കാലത്തൊക്കെ കൂടുതൽ വെള്ളത്തിൽ കൂടി വരുന്ന സമയത്ത് ജീപ്പിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ. സ്റ്റാർട്ടിംഗ് മോട്ടർ പെട്ടെന്ന് പിടിച്ചു, കാരണം ജീപ്പ് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. അത് ഒരേ സ്റ്റഡിയായി നിൽക്കുന്നതുകൊണ്ട് അതിൽ വെള്ളം കയറി കഴിഞ്ഞാലും തുരുമ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിന് പുറത്തായിട്ട് ഇവിടെ വരുന്നതാണ്, ഇതാണ് നമ്മൾ ഇത് ഈ ഓയിലിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റ്. ഇത് നമുക്ക് ഇപ്പം നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജീപ്പ് ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടം വരെ വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓയിലിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി നോക്കുകയാണെങ്കിൽ, വണ്ടി ഓഫാക്കിയിട്ട് രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെറിയൊരു അളവിൽ കാണും. അത് നമ്മളൊരു പേപ്പറോ തുണി വെച്ച് തുടച്ച് രണ്ടാമത് ഇതിൽ കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓയിലിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എഞ്ചിനിൽ വരുന്ന ഈ റെഡ് ക്യാപ്പ് ഇത് തുറന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ അടച്ച് ഉറപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ.